നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അഭിപ്രായങ്ങളാണ് പറഞ്ഞു വിടാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഇന്ന് കുറച്ച് മെമ്പേഴ്സ് അറിയാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് സ്വന്തം ഗോപി രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആണ് സൂപ്പർ രാജ്. നമ്മൾ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് സൂപ്പർ രാജ്. മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആണ് മാരിയ. സൂപ്പർ കാറ്റ് എന്റെ ചട്ടി ചോപ്പാണ്. നീ അഞ്ചാമത്തെ കണ്ടസ്റ്റാണ് ബുജി ബുജി ബുജി. നീ ഇവരോട് നമുക്ക് കുറച്ച് സ്കൂതി നമ്മൾ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവന്റെ അടുത്ത് എന്നെ ചോദിക്കാം. മരിയോ പറഞ്ഞോ, ഫസ്റ്റ് കൊച്ചി ബിഗ് ബോസിൽ ഏറ്റവും വലിയ കണ്ടസ്റ്റന്റ് ആരോളാ? ചോദ്യം സൂപ്പർ രാജുവിന് വേണ്ടി. ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയാമോ മോന്? തെറ്റല്ലേ മോനെ? അടുത്ത ചോദ്യം നമ്മൾ സുരേഷ് ഗോപിയോട് പറയൂ ആൻസർ. ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ആൻസർ പറയൂ. റൈറ്റ് ആൻസർ മോനെ. അടുത്ത ചോദ്യം ചോദ്യമൊന്നുമില്ല. എല്ലാവരും കയറിപ്പോടാ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിപ്പോടാ. പാട്ട് പാടട്ടെ? ഏത് പാടല്? ഒന്ന് പോയേടാ പാടല്. ഇപ്പൊ നീ പാട്ട് ഒരു പാട്ടേ അവനക്ക് അറിയാവുള്ളൂ. അവന്റെ ഞാൻ പറയുന്നു. സുരേഷ് ഗോപി അണ്ണ അങ്ങനെ പറയല്ലേ അണ്ണ, ഞാൻ ഒരു പാട്ട് പാടാണ്ണ പ്ലീസ് അണ്ണ. എന്തണ്ണ പ്ലീസ് പ്ലീസ് അണ്ണ. ശരി പാട് പാടുമേ മോനെ. എന്താണ് നീ പാടിയ? ഇത് ഞാനല്ലേ വീണ്ടും പാടിയ പട്ടി കഴിവാറുടെ. ഇത് നീ പോയിട്ട് കിടന്നുറങ്ങ്. സമയം 10 മണിയായി. ബൈ. അപ്പൊ വെറും ബിഗ് ബോസ് കണ്ടന്റ് മാത്രമാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, പുരുഷന്മാരെ ആളവിടെ നിന്നാണ് ഇറങ്ങിപ്പോളോ. അപ്പം അടുത്ത ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് തന്നെ വേണോ അതോ വേറെ കണ്ടന്റ് വേണോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ എന്തിനാണ് നേരക്കേറി പറ എന്ന് പറഞ്ഞ് തൊലയ്ക്കണോ? പുരുഷന്മാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ എന്തുകൊണ്ട് ഗുണ്ടികൾ എന്ന് വിളിക്കുന്നില്ല? ഈ പാവം മാമ ഇത്രയും വർഷം ഇതിന്റെ ടെൻഷൻ അടിച്ചോണ്ട് ഇതിലായിരിക്കും പോയത്. ഇതുവരെ അതിന്റെ അറിയില്ല. പാവം നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സ് ഇട്ട് കൊടുത്ത് എനിക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചുറ്റുമണിക്ക് എല്ലാവർക്കും മാപ്പ് ബൈ ബൈ ലവ് യു. പിന്നെ നിങ്ങൾ കണ്ടാൽ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് കൊല്ലും കേട്ടല്ലോ. അല്ലേ? ബൈ.